നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 28. അങ്ങനെ ഈ ആഴ്ച നമ്മൾ നിഫ്റ്റിയുടെ അവസാനത്തതും അഞ്ചാമത്തതുമായ ആഴ്ചയിലെ എക്സ്പയറിയിലേക്ക് എൻ്റർ ആവുകയാണ്. മാത്രമല്ല ബുധനാഴ്ച മുതൽ നിഫ്റ്റിയുടെ ജൂലൈ മാസത്തിലെ ആദ്യ ആഴ്ചയിലേക്ക് എൻ്റർ ആവുകയുമാണ്. ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു വീക്കിലേക്കാണ് എൻ്റർ ആകാൻ വേണ്ടി പോകുന്നതും എസ്പെഷ്യലി ഇന്നലെ മുതൽ വീണ്ടും ഇറാനും US തമ്മിലുള്ള പ്രശ്നങ്ങൾ ചൂടുപിടിച്ച സാഹചര്യത്തിലും Q1 ബിസിനസ് അപ്ഡേറ്റ്സ്, ജൂണിലെ F&O എക്സ്പയറി, ഓട്ടോ സെയിൽസ് ഡേറ്റ, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ്, ക്രൂഡ് ഓയിലിന്റെ വില, മൺസൂണിന്റെ പ്രോഗ്രസ് തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ദിശയും. ഇവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. അതിനു മുൻപേ വേഗത്തിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിനെ കുറിച്ചും വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ അവധിയായിരുന്നെങ്കിൽ കൂടിയിട്ടും ഗ്ലോബൽ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഓടിച്ചു നോക്കിയിട്ട് വരാം. വ്യാഴാഴ്ച മാർക്കറ്റിന് കൈവരിക്കുവാനായ ശക്തമായ നേട്ടം ചോർന്നു പോയെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് വീക്കിലി ബേസിസിൽ നിഫ്റ്റിക്ക് 42.90 പോയിന്റുകളുടെ അഥവാ 0.18% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഇതിനെ തുടർന്ന് തുടർച്ചയായി മൂന്നാമത്തെ ആഴ്ചയിലും വീക്കിലി ബേസിസിൽ നിഫ്റ്റി നേട്ടം തുടരുകയും ചെയ്തു. എന്നാലും ഇന്ത്യ വിക്സിന് കുറച്ചേറെ ആഴ്ചകൾക്ക് ശേഷം വീക്കിലി ബേസിസിൽ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 0.62% ഉയർച്ചയും നേരിടേണ്ടതായിട്ട് വന്നു. ഇനി വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വെള്ളിയാഴ്ച നടന്ന വ്യാപാരത്തില് US മാർക്കറ്റില് 3 ഇൻഡെക്സിനും ചോപ്പി ട്രേഡിംഗ് സെഷനു ശേഷം നേരിയ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും നഷ്ടം നേരിടേണ്ടി വരികയും ചെയ്തു. എന്നാൽ അതേസമയം ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും ആകെ 6 പോയിന്റുകൾ മാത്രമേ ചോർന്നു പോവുകയും ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ശനിയാഴ്ച വെളുപ്പിന് 2:30 ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. എന്നാൽ അതേസമയം വെള്ളിയാഴ്ച ഏഷ്യൻ മാർക്കറ്റ്സിൽ ഒട്ടുമിക്ക മാർക്കറ്റുകൾക്കും ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ജപ്പാൻ മാർക്കറ്റിന് 4.25%, കൊറിയൻ മാർക്കറ്റിന് 6%-ലേറെയും ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ അതേസമയം എണ്ണയുടെ വിലയിൽ വെള്ളിയാഴ്ചയും ശക്തമായ ഇടിവ് തന്നെയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 3%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വില 2.25%-ലേറെയും ഇടിവോടുകൂടി ബ്രെന്റ് ക്രൂഡിന്റെ വില $72.95 ക്രൂഡ് ഓയിലിന്റെ വില $70.24 എത്തിച്ചേർന്നപ്പോൾ. എന്നാൽ വെള്ളിയാഴ്ച മാർക്കറ്റ് അടയ്ക്കുന്നതോടും വരെ ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം US ഇറാൻ പീസ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റിവിറ്റി തുടരുകയും മാർക്കറ്റിലും അതിന്റെ ഒരു പ്രതിഫലനം ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം തുടർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തില് ശനിയാഴ്ചയോടുകൂടി വീണ്ടും കാര്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. നമ്മളെല്ലാവരും തന്നെ പലവിധ മാധ്യമങ്ങൾ വഴി ഇന്നലെ മുതൽ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മോശമായിട്ടുള്ള വാർത്തകൾ വീണ്ടും കേൾക്കുവാനും ഇടയാക്കി. മാത്രമല്ല ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനും നിക്ഷേപകരായിട്ടുള്ള മറ്റു മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനും വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ മൂലമുള്ള തലവേദനകൾ വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് പുറത്തുവരുന്ന പുതിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതും. ഇനി ഈ വരുന്ന ആഴ്ചയിലേക്ക് വരുമ്പോൾ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അടങ്ങിയെങ്കിലും വീണ്ടും തലപൊക്കുന്നതിനാൽ തന്നെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഈ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെയും ഏറ്റവും ആദ്യം സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. കാരണം കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രത്യേക പെർമിഷൻ എടുക്കാതെ പോയ കൂറ്റിൻ എണ്ണ ടാങ്കറിന് മുകളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്ന ശക്തമായ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ US ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിക്കുക. ഇതിനെ തുടർന്ന് നമ്മൾ കണ്ടിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട് GCC രാഷ്ട്രങ്ങളായ ബഹ്റൈന്റെയും കുവൈത്തിന്റെയും നേരെ ഇറാൻ ആക്രമണം വർദ്ധിപ്പിക്കുന്നുമുണ്ട്, അതിന്ന് തുടരുന്നുമുണ്ട്. എന്നാൽ അതേസമയം പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് അരഗാച്ചി ഇറാഖിലേക്ക് സമാധാന നടപടികൾക്കായിട്ടുള്ള ചർച്ചകൾക്കായിട്ട് യാത്ര പുറപ്പെട്ടു എന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും വന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായാലും നാളെ രാവിലത്തോടുകൂടി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ചൂടായതിന് ഒരു അയവ് വരുന്നില്ലെങ്കിൽ വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ഇറാൻ US പ്രശ്നങ്ങൾ വീണ്ടുമുള്ള സ്വാധീനം പുനരാരംഭം കുറിക്കുകയും ചെയ്യും. എസ്പെഷ്യലി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാന് നേരെ ശക്തമായിട്ടുള്ള ഭീഷണികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതിനാൽ തന്നെ വരും ദിവസങ്ങൾ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ അത് മാർക്കറ്റിന്റെ ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലേക്കും എണ്ണയുടെ വിലയിൽ ഉണ്ടാകാൻ പോകുന്ന ശക്തമായ കുതിപ്പിലേക്കും നയിക്കുകയും ചെയ്തേക്കാം. അവയെക്കുറിച്ചൊക്കെ നമുക്ക് നാളത്തെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ പരിശോധിക്കുകയും ചെയ്യാം. കാരണം നാളെ രാവിലെ മാർക്കറ്റ് വ്യാപാരം പുനരാരംഭിക്കുമ്പോൾ മാത്രമേ ഇറാൻ US പ്രശ്നങ്ങൾ എത്രത്തോളം മാർക്കറ്റ്
മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആകുക ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്യുകയുള്ളൂ. വ്യാഴാഴ്ച കൊണ്ട് സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞെങ്കിലും ഈ വരുന്ന ചൊവ്വാഴ്ച 30-ാം തീയതി ജൂൺ മാസത്തെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി മാത്രമല്ല ക്വാർട്ടർലി എക്സ്പയറി ആയതിനാൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും വരാൻ പോകുന്ന ക്വാർട്ടർലി പോർട്ട്ഫോളിയോ റീബാലൻസിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യാം. ആയതിനാൽ തന്നെ നാളെ തിങ്കളാഴ്ചയും മറ്റന്നാൾ ചൊവ്വാഴ്ചയും മാർക്കറ്റിൽ ഹ്യൂജ് വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. എസ്പെഷ്യലി നാളെ മുതൽ സെൻസെക്സിലൊക്കെ ട്രേഡേഴ്സ് പുതിയ പൊസിഷൻസിലേക്ക് എൻ്റർ ആവുകയും ചെയ്യും. പുതിയ ക്വാർട്ടർലി മന്ത്ലി കോൺട്രാക്ട്സിലും വീക്ക്ലി കോൺട്രാക്ട്സിലും വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ മാസത്തെ ഓട്ടോ സെയിൽസ് ഡേറ്റ ജൂലൈ 1-ാം തീയതി തന്നെ അഥവാ ബുധനാഴ്ച റിലീസ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റും നിക്ഷേപകരൊക്കെ വെച്ച് പുലർത്തുന്നതും. എസ്പെഷ്യലി മൺസൂണൊക്കെ സ്ട്രോങ് ആയതിനു ശേഷം ആദ്യമായി വരുന്ന മന്ത്ലി ഓട്ടോ സെയിൽസ് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് മാർക്കറ്റും നിക്ഷേപകരും. ഒരുപക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഓട്ടോ സെയിൽസ് ഡേറ്റകൾക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ഓട്ടോ സെക്ടറിന് മാത്രമല്ല വിപണിയുടെയും മുന്നോട്ടുള്ള ശക്തമായ കുതിപ്പിന് കാരണമാവുകയും ചെയ്യും. ഇനി അതല്ല മറിച്ച് മാർക്കറ്റിനെ നിരാശപ്പെടുത്തുന്ന ഒരു ഡേറ്റയാണ് വരുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഓട്ടോ സെക്ടറിനെയും വിപണിയെയും ഒരേപോലെ തന്നെ പിന്നോട്ടും വലിച്ചേക്കാം. റൂറൽ ഡിമാൻഡ്, പണപ്പെരുപ്പം, കാർഷിക ഉൽപാദനം എന്നിവയെ ബാധിക്കുമെന്നുള്ളതിനാൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ പുരോഗതിയും വിതരണവും മാർക്കറ്റും നിക്ഷേപകരും സസൂക്ഷ്മം തന്നെ നോക്കിക്കാണുന്നതിനാൽ മൺസൂണുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രസും എസ്പെഷ്യലി FMCG, ഓട്ടോമൊബൈൽസ്, അഗ്രികൾച്ചർ റിലേറ്റഡ് സ്റ്റോക്കുകളിൽ സാരമായ ഇമ്പാക്ട് ഉണ്ടാകുമെന്നുള്ളതിനാൽ തന്നെ മഴയുടെ ഗതിവിധികളും മാർക്കറ്റ് ഈ ആഴ്ചയിൽ സസൂക്ഷ്മം നോക്കിക്കാണുന്നുമുണ്ട്. അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ വിലയിരുത്തലുകൾ പ്രകാരം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നുമുള്ള തുടർച്ചയായിട്ടുള്ള ശക്തമായ സെല്ലിങ്ങിന് നേരിയ ഒരു അയവ് വന്നെന്നുള്ള വിലയിരുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതും. എസ്പെഷ്യലി 3 ആഴ്ചകൾക്ക് മുന്നേ US-ഉം ഇറാനും തമ്മിൽ നടന്ന സമാധാന നടപടികളുടെ ഭാഗമായിട്ട് എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് വീണ്ടും ഇന്ത്യൻ രൂപയ്ക്ക് ശക്തിയാർജിക്കുവാൻ സാധിച്ചതും അതേസമയം മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെടുന്ന വീക്ക്നെസ്സും എമർജിംഗ് മാർക്കറ്റായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നുമുണ്ട്. മാത്രമല്ല ഈ അടുത്ത കാലത്തുണ്ടായ ശക്തമായ കറക്ഷനും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ആകർഷിക്കാൻ തക്ക വിധത്തില് വാല്യുവേഷൻസിലേക്കും ഇന്ത്യൻ സ്റ്റോക്കുകൾക്ക് എത്തിച്ചേർന്ന ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നതും. കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച മുഹറത്തോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയായതിനാൽ തന്നെ 4 ട്രേഡിംഗ് സെഷനുകളായിരുന്നു നിലനിന്നിരുന്നതും. അതിൽ തിങ്കൾ ബുധൻ ട്രേഡിംഗ് സെഷനുകളിൽ ഏകദേശം 2350 കോടി രൂപയ്ക്ക് മുകളിൽ അവർ സെല്ലിംഗ് നടത്തിയപ്പോൾ ചൊവ്വ വ്യാഴം ട്രേഡിംഗ് സെഷനുകളിൽ ഏകദേശം 400 കോടി രൂപയ്ക്ക് മുകളിൽ മാത്രമേ അവർ ബൈയിങ് നടത്തിയുള്ളെങ്കിൽ കൂടിയിട്ടും മാത്രമല്ല അവർ കഴിഞ്ഞ ആഴ്ചയിൽ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് ഒരാഴ്ചത്തെ ബൈയിങ്ങിന് ശേഷം വീണ്ടും വന്നെങ്കിൽ കൂടിയിട്ടും 2 ട്രേഡിംഗ് സെഷനുകളിൽ സെല്ലേഴ്സ് ആയിട്ട് മാറിയ സമയത്ത് 2 ട്രേഡിംഗ് സെഷനുകളിൽ ബയേഴ്സ് ആയിട്ട് മാറിയത് എന്തൊക്കെയാണെങ്കിലും നിക്ഷേപകരുടെയും മാർക്കറ്റിന്റെയും ആത്മവിശ്വാസത്തെ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അതുകൊണ്ട് തന്നെ നിക്ഷേപകരും മാർക്കറ്റും വെച്ച് പുലർത്തുന്നുമുണ്ട്. ആയതിനാൽ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയും ഇരിക്കുന്നു. ചൊവ്വാഴ്ച ജൂൺ 30 ഈ ക്വാർട്ടർ അവസാനിക്കുന്നതുകൊണ്ട് തന്നെ ഈ പുതിയ സാമ്പത്തിക വർഷത്തെ ആദ്യ ക്വാർട്ടറിലെ അപ്ഡേറ്റ്സിലേക്ക് മാർക്കറ്റ് നിക്ഷേപകരും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പോകുന്ന ഒരാഴ്ചയിലേക്കാണ് നമ്മൾ എൻ്റർ ആകാൻ വേണ്ടി പോകുന്നതും. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ എസ്പെഷ്യലി പല പ്രധാനപ്പെട്ട ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളും അവയുടെ ക്വാർട്ടർ 1 അപ്ഡേറ്റ്സുകൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും മാർക്കറ്റിലെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. വീഡിയോയുടെ ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ എണ്ണയുടെ വില എസ്പെഷ്യലി ബ്രെൻ ക്രൂഡിന്റെയൊക്കെ വില $74 താഴെയായിട്ട് തന്നെ നിലകൊള്ളുന്നതിനാൽ തന്നെ മാത്രമല്ല അവയുടെ വില വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേ ഉള്ള ലെവലിലേക്ക് എത്തിച്ചേർന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആ വില തുടരുവാനാവുകയാണെങ്കിൽ അഥവാ ഇനിയും വില ഇടിയുവാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കുവാനും $. മാത്രമല്ല അത് ഇൻപുട്ട് കോസ്റ്റുകൾ കുറയ്ക്കുവാൻ ഇടയാക്കുമെന്നുള്ളതിനാൽ തന്നെ ഗ്ലോബൽ മാർക്കറ്റിന്റെ വളർച്ചയ്ക്കും ശക്തമായി സഹായിക്കുകയും ചെയ്യും. ഇനി അതേസമയം മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ വീണ്ടും ഇറാൻ US പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് എണ്ണയുടെ വില വീണ്ടും ശക്തമായ തോതിലേക്ക് ഉയർന്നു പോകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ എണ്ണയുടെ വിലയിലുണ്ടാകുന്ന ഗതിവിധികളും മാർക്കറ്റിന്റെ ദിശയെയും കാര്യമായ രീതിയിൽ തന്നെ സ്വാധീനിക്കുകയും ചെയ്യും. ഈ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഉണ്ട്. എസ്പെഷ്യലി തിങ്കളാഴ്ച ജൂൺ 29 വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി മെയ് മാസത്തെ
മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റകളുടെയും റിലീസ് നടക്കാനുണ്ട്. ബുധനാഴ്ച രാവിലെ 10:30 ജൂൺ മാസത്തെ HSBC മാനുഫാക്ചറിംഗ് PMI ഫൈനൽ ഡാറ്റയുടെ റിലീസും നടക്കാനുണ്ട്. പിന്നീട് വെള്ളിയാഴ്ച രാവിലെ 10:30 ജൂൺ മാസത്തിൽ തന്നെ HSBC കോമ്പോസിറ്റ് PMI, സർവീസ് PMI തുടങ്ങിയ ഫൈനൽ ഡാറ്റകളുടെ റിലീസും നടക്കാനിരിക്കുന്നു. മാത്രമല്ല ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളാലും നിറഞ്ഞൊരാഴ്ചയിലേക്കാണ് നമ്മൾ എൻ്റർ ആകാൻ വേണ്ടി പോകുന്നത്. എസ്പെഷ്യലി US-ൽ നിന്നും ജോബ് ഓപ്പണിംഗ് ഡാറ്റയുടെ റിലീസ് ഉണ്ട്. ചൊവ്വാഴ്ച ജൂൺ 30 വൈകുന്നേരം ഇന്ത്യൻ സമയം 7:30. പിന്നീട് ബുധനാഴ്ച വൈകുന്നേരം 6:30 ഫെഡ് ചെയർമാന്റെ സ്പീച്ച് നടക്കാനിരിക്കുന്നു, കെവിൻ വാഷറിന്റെ. പിന്നീട് വൈകുന്നേരം 7:30 ജൂൺ മാസത്തെ ISM സർവീസ് മാനുഫാക്ചറിംഗ് PMI-യുടെയും വ്യാഴാഴ്ച ജൂൺ മാസത്തെ നോൺ ഫാം പേറോൾസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഡാറ്റകളുടെയും റിലീസ് നടക്കാനുണ്ട്. ഇവയും മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ഇവന്റുകൾ അതാ ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യുകയും ചെയ്യാം. ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 24,160 എന്ന ലെവലിൽ ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 100-day EMA നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ ഈ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. മാത്രമല്ല നിഫ്റ്റിയുടെ അടുത്ത ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ലെവൽ കൂടി തന്നെയാണ്. കാരണം 24,504 എന്ന ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 100 വീക്ക് മൂവിംഗ് ആവറേജും നിലകൊള്ളുന്നത്. ആയതിനാൽ തന്നെ 24,500 എന്ന ലെവൽ അപ്പർ സൈഡിലേക്ക് മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് നിഫ്റ്റിക്ക് ശക്തമായി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം 23,900 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 23,750 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് കീ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാൽ ഒരുപക്ഷെ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ബിയേഴ്സ് ഒരുപക്ഷെ അവരുടെ ഗ്രിപ്പ് ടൈറ്റൻ ചെയ്തേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ കൂടെ തന്നെയുണ്ട്. തുടർച്ചയായി ഏതാനും ആഴ്ചകളിലെ ശക്തമായ ഇടിവിന് ശേഷം ഇന്ത്യ വിക്സിന് മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നേരിയ ഉയർച്ച വീക്ക്ലി ബേസിസിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടും വന്നു. മാത്രമല്ല 13 എന്ന ലെവലിന് മുകളിലായിട്ടാണ് വ്യാഴാഴ്ച ഇന്ത്യ വിക്സ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ഇനി എന്തെങ്കിലും കാരണവശാൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഇന്ത്യ വിക്സിന്റെ ശക്തമായ ഉയർച്ചയിലേക്കും നയിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നതുമുണ്ട്. ഇന്ത്യ വിക്സ് ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഘടകങ്ങളെയാക്കി ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡ് സോഫിന വെഞ്ചേഴ്സ് ജൂൺ 25 കഴിഞ്ഞ വ്യാഴാഴ്ച ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി 177 കോടി രൂപയ്ക്ക് 41.78 ലക്ഷം ഓഹരികൾ അഥവാ 1.28% സ്റ്റേക്ക് വിറ്റൊഴിഞ്ഞു സ്റ്റോക്കിൽ നിന്നും. കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ ശ്രീ അശോക് വസ്വനി 2026 ഡിസംബർ 31 തന്റെ നിലവിലുള്ള കാലാവധി പൂർത്തിയാക്കുമ്പോൾ വ്യക്തിപരമായ കാരണങ്ങളാൽ പുനർനിയമനം ആഗ്രഹിക്കുന്നില്ലെന്ന് ബാങ്കിന്റെ ബോർഡിനെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ജർമ്മൻ ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് കമ്പനിയായ നഗാരോ SEയുടെ എല്ലാ ഓഹരികളും ഏറ്റെടുക്കുന്നതിനായിട്ട് സ്വമേധയുള്ള പബ്ലിക് ടേക്ക് ഓവർ ഓഫർ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. നെറ്റ് വെബ് ടെക്നോളജീസ് ഇന്ത്യ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കുവാൻ വേണ്ടി ജൂലൈ 1, 2026 കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. അദാനി ഗ്രീൻ എനർജി ഗുജറാത്തിലെ ഗാവ്ഡയിൽ 150 മെഗാവാട്ട് പുതിയ സോളാർ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. PTC ഇൻഡസ്ട്രീസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 1,800 കോടി രൂപയുടെ ധനസമാഹരണത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ആംബർ എന്റർപ്രൈസസ് ഇന്ത്യ ഗ്രൂപ്പിന്റെ ഉത്തർപ്രദേശിലെ യമുന എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ 2 നിർമ്മാണ പ്ലാന്റുകൾക്കായിട്ടുള്ള തറക്കല്ലിടിയിൽ നടന്നു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.